മഞ്ജുശ്രീ, സിയ, നന്ദു, സഞ്ജു, ഇന്ന് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എല്ലാ വർഷവും സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് പോണ്ടേ? വയനാടാണ് ടൂർ പോകുന്നത്. ഒരു കുട്ടിക്ക് 2000 രൂപ വെച്ചാണ്. ഇന്ന് തന്നെ വീട്ടിൽ പോയി അച്ഛനെയും അമ്മയുടെയും സമ്മതം വാങ്ങിച്ച് നാളെ തന്നെ പേര് നൽകണം കേട്ടോ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവിന്നിതാ പറന്നമ്മേ. ഇനി എല്ലാവരും ചൊല്ലിക്കേ. നിന്റെ എന്തായാലും വിടുവാടാ. എടാ നമ്മൾ നീ ടൂറിന് വരുന്നില്ല. നിനക്കെന്താ ഭ്രാന്തുണ്ട്? അവൻ വരുമോന്നില്ല. നമ്മളെല്ലാവരും ഈ വർഷം ഇവിടെ നീ ഏത് സ്കൂളിലേക്കാണ് പോവുക? നീ എന്താണ് രാവിലെ തൊട്ട് സങ്കടത്തിലാണെങ്കിലും നിനക്ക് എന്ത് പറ്റി? വയനാടൊക്കെ ടൂറ് പോകുന്നുണ്ട്. നാളെ തന്നെ പേര് കൊടുക്കണം.
അതെയോ പൈസ എത്രയാവനെ? 2000 രൂപ. ഞാൻ പോകുന്നില്ല അമ്മമ്മ. അയ്യോ എന്റെ മോൻ പോട്, എന്റെ മോൻ മാത്രം പോവാണ്ടിക്കണ്ട, മോൻ പോട്, ടൂറ് പോട്. അമ്മമ്മ തൊഴിലുറപ്പ് പോയിട്ട് ഉണ്ടാക്കി പൈസ കൊണ്ട് വേണ്ട അമ്മമ്മ, ഞാൻ പോകില്ല. നീ എല്ലാ വർഷവും സ്കൂൾ പൂട്ടാനാകുമ്പോൾ ഓരോ മാവ് നട്ടുപിടിപ്പിക്കുന്നുണ്ടല്ലോ, അതെന്തിനാ? ഈ സ്കൂളിൽ ഞാൻ 4 വർഷം പഠിച്ചു എന്നുള്ള ഓർമ്മയ്ക്കാണ്. എടാ നന്ദു, നമ്മൾ ഈ വർഷം ഇവിടുന്ന് ജയിച്ച് 5ാം ക്ലാസ്സിൽ പുതിയ സ്കൂളിലേക്ക് പോയി ചേരും. വേറെ സ്കൂൾ വെച്ചാൽ ഇനി തുടർന്ന് പഠിക്കാൻ പോകുന്ന സ്കൂളിൽ നമ്മൾ ഒരുമിച്ചായിരിക്കില്ലല്ലോ. ഇനി നമ്മൾ ആരും കണ്ടുമുട്ടി എന്ന് വരില്ല. അപ്പോഴാണ് നിന്റെ ഒരു ഓർമ്മ. ഞങ്ങൾ ഇവിടുന്ന് പോയാലും ഈ മാവിലെ മാങ്ങകൾ വേറെ കുട്ടികൾക്കും തിന്നാലോ. എത്ര നല്ല നടക്കാത്ത സ്വപ്നം എന്റെ നന്ദു. മേഘക്കുന്നിനു മറയിലിരിക്കണ സൂര്യ, കാടിനു മറയിൽ പാത്തു പതുങ്ങണ ധാരടാ, തറ തറ കൂതറ തല്ലുകൊള്ളി തെമ്മാടിക്കാറ്റാണടാ. അവനൊരു മൊരടൻ നീയൊരു ചൂടൻ, രണ്ടും വെറുമൊട പൊളിയടാ. തറ തറ കൂതറ തല്ലുകൊള്ളി തെമ്മാടിക്കാറ്റാണടാ. അവനൊരു മൊരടൻ നീയൊരു ചൂടൻ, രണ്ടും വെറുമൊട പൊളിയടാ. രണ്ടും ഒട പൊളികളടാ, രണ്ടും ഒട പൊളികളടാ. ഓ ഓ നന്ദു, എന്താ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത്? ഒന്നുമില്ല ടീച്ചർ. ലേറ്റ് ആവുക? ഞാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടാ. എൻ്റെ മീറ്റിംഗ് ഉണ്ട്, വീട്ടിൽ മീറ്റിംഗ് ഉണ്ട്. ആ ശരി കേട്ടാ, ഓക്കെ. എല്ലാ ക്ലാസ്സിലും കുട്ടികളുടെ പേര് തന്നിട്ടുണ്ടോ? എൻ്റെ ക്ലാസ്സിൽ നിന്ന് 15 കുട്ടികൾ പേര് തന്നിട്ടുണ്ട് ടീച്ചറെ. ആ, എൻ്റെ ക്ലാസ്സിൽ നിന്നുണ്ട് ടീച്ചറെ 15 കുട്ടികൾ. ടീച്ചറെ എന്റെ ക്ലാസ്സിൽ നിന്ന് 30 കുട്ടികളുണ്ട്. എൻ്റെ ക്ലാസ്സിൽ നിന്ന് 20 കുട്ടികളുണ്ട്. രാവിലെ 6 മണിക്ക് പുറപ്പെടണം. എന്നാലേ നമുക്ക് എത്തുന്നതിന് മുന്നേ തിരിച്ചെത്താൻ കഴിയൂ ടീച്ചറെ.
ടൂർ പോകുന്നവരുടെ ലിസ്റ്റ് വായിക്കുകയാണ്. ആദി, ചിഞ്ചു, അബി, അനുഷ്ക, അഞ്ജുശ്രീ, ഗോപു, അലൻ, ആൽവിൻ, സിയ, നന്ദു. ആരും ബഹളം വെക്കരുത് കേട്ടോ. എന്താ നന്ദു? ഞാൻ ടൂറിന്റെ പേര് തന്നിട്ടില്ല. ടീച്ചർ എന്റെ പേരും വായിച്ചിന്. അതെന്താ നന്ദു ടൂറിന് വരാത്തത്? പൈസ ഇല്ല. നന്ദു നാളെ ടൂറിന് പോകും. എന്താ സന്തോഷായില്ലേ? പോയി ക്ലാസ്സിലിരിക്കും കേട്ടോ. ടീച്ചറെ ആ ശാരദച്ചി പറഞ്ഞോളൂ. ടീച്ചറെ എൻ്റെ മോൻ നന്ദുവിനെ ഇതുവരെ ഞാൻ ഏടി അയച്ചിട്ടില്ല. മോൻ ആദ്യമായിട്ടാണ് നല്ല വിട്ട് നിൽക്കുന്നത്. ശാരദച്ചി വിഷമിക്കണ്ട. ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും നമ്മുടെ മക്കൾ തന്നെയാണ്. അവരുടെ വിദ്യാഭ്യാസത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് ഈ സ്കൂളിൽ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അല്ല ടീച്ചറെ, അനക്കെന്തോ ഒരു വിഷമം. ആ ശാരദച്ചി ടൂർ പോകാനുള്ള ബസ് വന്നു. ധൈര്യമായിരിക്കും, സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ. ശരി, ഓക്കെ. വിജയ ടീച്ചറല്ലേ? ആ, നന്ദുവിൻ്റെ അമ്മമ്മയാണ്. നന്ദുവിനെയും കൂട്ടിക്കോ ആ ടൂർ പോകുമ്പോൾ. ഓൻ വരുന്നില്ലാന്നെല്ലാം പറഞ്ഞ് അവൻ്റെ പൈസ ഞാൻ തരാം. ടീച്ചർ കൂട്ടിക്കോ. ആ ശരിയാ എന്നാൽ. മേഘക്കുന്നിനു മറയിലിരിക്കണ സൂര്യ, കാടിനു മറയിൽ പാത്തു പതുങ്ങണ ധാരടാ, തറ തറ കൂതറ തല്ലുകൊള്ളി തെമ്മാടിക്കാറ്റാണടാ. അവനൊരു മൊരടൻ നീയൊരു ചൂടൻ, രണ്ടും വെറുമൊട പൊളിയടാ. തറ തറ